ശബരിമല യുവതീ പ്രവേശത്തെ എതിർത്തതിന് വലിയ അറ്റാക്ക് നേരിടേണ്ടി വന്നു അല്ലേ? ശബരിമല യുവതീ പ്രവേശനം എന്തുകൊണ്ട് പൊയ്ക്കൂടാന്നുള്ളതിന് നമ്മൾ സാധാരണ കേൾക്കുന്ന എക്സ്പ്ലനേഷൻ അല്ലാത്തൊരു എക്സ്പ്ലനേഷൻ, കുറച്ചൊരു മെഡിക്കൽ ലൈൻസിൽ, ഞാനൊരു കാർഡിയോളജിസ്റ്റാണ്, അപ്പോൾ ആ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ വളരെ സാധാരണയായിട്ട് എൻ്റെ വീട്ടിലിരുന്നൊരു വീഡിയോ ചെയ്ത് എൻ്റെ ബ്രദർ പോസ്റ്റ് ചെയ്തതാണ്. പക്ഷേ അത് പെട്ടെന്ന് വൈറലായി, കുറേ ആൾക്കാരത് കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന്, സിംഗപ്പൂരിൽ നിന്ന്, ദുബായിലെ കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാസീവായിട്ട് എൻ്റെ ജോലിയിലേക്ക് ഇമെയിൽസ് വന്നു. അതായത് ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈനിൽ നിന്നുകൊണ്ട് മറ്റ് വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള രീതി, അതുകൊണ്ട് എൻ്റെ ജോലി കളയണം. അപ്പം ഞാൻ ടീച്ചിങ്ങിലാണ്, യൂണിവേഴ്സിറ്റിക്കാണ് ഇമെയിലുകളെല്ലാം വന്നത്. 2 വർഷം വരെയൊക്കെ അവരെൻ്റെ പ്രൊമോഷനൊക്കെ തടഞ്ഞു വെച്ചു അതിൻ്റെ പേരിൽ. പക്ഷേ പിന്നെ അമേരിക്കയിൽ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നല്ല ജോലി ചെയ്താൽ അത് മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ. അപ്പം എൻ്റെ പേരിൽ എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു കംപ്ലൈൻറ്റ് ഒന്നും ഇതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അല്ല അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, അത് ഉണ്ടെന്നുള്ളതിന് തെളിവാണ് ഞാൻ എൻ്റെ ജോലി പോയില്ല എന്നുള്ളത്. ഇവർ ഇത്രയും ശ്രമിച്ചിട്ട് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അവിടുത്തെ ഒരു ഡോക്ടർക്കെതിരെ ഒരു 12,000 ഇമെയിൽ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അല്ലേ? ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് മലയാളികൾ തന്നെയാണോ? ഇത് ഞാൻ പറഞ്ഞില്ല, പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇമെയിൽ വന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സൈബർ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇവർക്ക്. അപ്പോൾ പല സ്ഥലത്തു നിന്ന് അയച്ചതെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ എഫേർട്ടാണത്. എന്ന് മാത്രമല്ല, ഗൂഗിൾ റേറ്റിംഗ്സ് ഉണ്ട് അമേരിക്കയിൽ. ഡോക്ടേഴ്സിന് നമുക്ക് എല്ലാവരും റേറ്റ് ചെയ്യും ഡോക്ടറെ. അപ്പോൾ എനിക്ക് 5 ഔട്ട് ഓഫ് 5 ഒക്കെ റേറ്റിംഗ് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആളാണ്. ഒറ്റ രാത്രി കൊണ്ട് അവർ 0.9 എന്തോ ആക്കി എൻ്റെ റേറ്റിംഗ്. അപ്പോൾ അത്ര തച്ചിനിരുന്ന് നമ്മളെ താഴെ ഇറക്കാൻ നോക്കി അന്ന്. ബട്ട് പിന്നെ പേഷ്യൻസൊക്കെ പിന്നെ പതുക്കെ വിവരമൊക്കെ അറിഞ്ഞ് ശരിയായി വന്നു. ബട്ട് നല്ലോണം ആക്രമിക്കപ്പെട്ട ഒരാളാണ് ഞാൻ.